ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നാമത്തെ കണ്ടന്റാണ് കേട്ടോ. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഉള്ളൊരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദന. ഉപ്പൂറ്റി വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഉപ്പൂറ്റി വേദനയ്ക്കുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് ഇതുപോലെ ഭയങ്കര ഉപ്പൂറ്റി വേദനയായിട്ട് പോയപ്പോഴത്തേക്കും എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നാണിത്. അപ്പം നല്ല അടിപൊളിയാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വേദന പമ്പ കടന്നു. അപ്പം അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദാപ്പവും മുട്ടക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഒരു മുട്ടക്കറി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ ഇന്ന് കാര്യമായിട്ടൊന്നും മുട്ടക്കറി വിശദമായ രീതിയിലൊന്നും പിടിച്ചില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ. സത്യത്തിൽ അപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. കടച്ച് വെച്ചത് ഇത് ഞാൻ അരച്ചെടുത്ത മാവ കേട്ടോ. നല്ലതാണ്, സോഫ്റ്റ് അപ്പമാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ ഇങ്ങനെ കുഴിയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് അപ്പമല്ലേ. ഇന്നും ഭയങ്കര മഴ കേട്ടോ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. അത് തന്നെ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു. എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി. വീട്ടിലൊക്കെ മുറ്റത്തെല്ലാം നിറച്ച് വെള്ളമാണ്. ഒരുത്തി എന്നെ സഹായിക്കുന്നുണ്ട് കണ്ടോ. തൂത്തുവാരി, അപ്പുണ്ടാക്കി, അങ്ങനെ സഹായങ്ങൾ. എല്ലാവരും ചോദിച്ചില്ലേ മോള് വന്നോ നിങ്ങൾ ഇന്നലെ വന്നായിരുന്നു. അമ്മ അച്ഛനൊക്കെ വന്നപ്പോൾ ആ കൂടെ വന്നതാണ് കേട്ടോ. അപ്പം ഇനി 2 ദിവസം നിന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. എൻ്റെ മോള് വന്നിട്ടുണ്ട്. അവൾ അങ്ങോട്ടും മേളിലോട്ട് പോയിരിക്കുന്നു കുളിക്കാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഉടായിപ്പ് പാചകങ്ങളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്തു നിന്ന് മോളുടെ അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം നമ്മളെല്ലാം കറി എല്ലാം വെച്ചു. അപ്പം ആ കറി എല്ലാം ഇന്ന് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് സാമ്പാർ ഒന്ന് നമ്മൾ ചൂടാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും ഉണ്ട് കുറച്ച്. അപ്പം ചോറ് ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റാനായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ എല്ലാം ഉണ്ട്. കുറച്ച് ശർക്കര മെഴുക്കുരട്ടിയുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി ഉണ്ട്. പുളിശ്ശേരി ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ എന്തായിരുന്നു വെച്ചേ, കൊഴുവയുണ്ട്. കൊഴുവ വറുത്തതും കുറച്ചിരിപ്പുണ്ട് കേട്ടോ. ഒരു ശകല ഇരിപ്പുണ്ട്. നമ്മൾ സബോളയിനകത്തിട്ട് വരുന്നേ. എല്ലാം നമുക്ക് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് കുറച്ച് ഉച്ചയ്ക്കത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അധികം ഒന്നും നമുക്ക് വേണ്ട. അപ്പുറത്ത് വെച്ചാൽ മതി. അത്രയും ദൂരം നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരം മാറി നിൽക്കുന്നു. അത് നമുക്ക് ഇവിടെ വെക്കണം കേട്ടോ. ഇവിടെ വയ്ക്കാം. പിന്നെ മീൻ വറുത്ത് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. വറുത്ത പിന്നെ ചീത്തയാക്കലില്ല, കുഞ്ഞു മീനല്ലേനെ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനും കൂടെ വെച്ചേക്കാം. നമുക്ക് ഇരിക്കട്ടോ. ചിക്കൻ ചൂടാക്കാം. കുറച്ചുണ്ട് കണ്ടോ. നമുക്ക് ഇത്തരത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട. എൻ്റെ അച്ഛനും മോക്കും മതി. അപ്പം അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ചൂടാക്കാം.
ഇങ്ങനെ കറി എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് റെസ്റ്റ് ആയിട്ടോ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ജയാസ് വെറൈറ്റിയുടെ അവിടെ വീട്ടിൽ വെള്ളം കയറത്തില്ല കേട്ടോ. 2018 എന്താണ്ട് വെള്ളം കയറിയായിരുന്നു. എന്നാലും അവിടെ അധികം കയറത്തില്ല, കാരണം നല്ല പൊക്കാണ്. നമുക്ക് തോന്നും വെള്ളം കയറുമെന്ന്, പക്ഷെ കയറത്തില്ല. പക്ഷെ എനിക്ക് ബാക്കിൽ കുറച്ച് ഇതായോണ്ട് എന്താ ഇപ്പം മിറ്റത്തൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, അകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ. മിറ്റത്തും പിന്നെ കാർ പോർച്ചിലൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. കിടങ്ങറ അവിടെ സിറ്റൗട്ടിൽ കയറിയിട്ടില്ല. സിറ്റൗട്ടിൻ്റെ അവിടെ നിന്നിട്ട് എത്തി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്, കയറണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. രണ്ടുപേരെയും ഞാൻ എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു ഇട്ടിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ കാണണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങി പോകുന്ന കൂടെ ഞങ്ങൾക്കൊക്കെ അറിയാം, കാരണം ഞങ്ങൾ ഈ കോട്ടയം ജനിച്ചു വളർന്നവരായിട്ട് എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ വെള്ളം ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ചൂലുകൊണ്ട് അടിച്ചടിച്ചടിച്ച് വിടണം. അല്ലെങ്കിലുണ്ടല്ലോ ഈ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ചെളിയൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് ഉണങ്ങി പിടിക്കും. പിന്നെ അത് നമ്മൾ സഹസ്രകോടി പയറ്റിയാലും ഭയങ്കര പാടാണ് അത് പോകാനായിട്ട്. ഇപ്പം വെള്ളം ഇറങ്ങി പോകുന്ന കൂടാണെങ്കിൽ നമുക്കിങ്ങനെ ആ ചൂലുകൊണ്ട് അടിച്ചടിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വരാനായിട്ട് മടിക്കുന്നത്. പിന്നെ അവള് പറഞ്ഞു പട്ടിയും എല്ലാം ഉണ്ടടി, അപ്പൊ എന്ത് പാടാടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എന്ത് പാടാന്ന് പറഞ്ഞാലും നമുക്ക് നിക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞാല് നമ്മള് ഉറപ്പായിട്ട് പോരും എന്നവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സൗകര്യം അവരവർക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കേ ഞാൻ നോക്കാം, നമുക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പം വെള്ളം എന്തൊക്കെ പറഞ്ഞാലും വെള്ളം കൂടുതലാണ്. അപ്പം ഞാനിപ്പം രണ്ടുപേരെയും എപ്പോഴും രാവിലെയും വൈകിട്ടും വിളിക്കും. രാവിലെ കണ്ണ് തുറന്ന ഉടനെ ഇതുങ്ങളെ ഞാൻ വിളിക്കും കേട്ടോ. അവിടുത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാനുള്ള ഒരു ഇത് നമുക്കറിയില്ലല്ലോ ഒന്നും. അപ്പം എനിക്ക് തോന്നുന്നു ഈ റൂട്ടിലാണെങ്കിലും ബസ് റൂട്ട് ബസ് നിർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ചെറിയ വണ്ടിയൊന്നും വിടുന്നില്ല. ചെറിയ വണ്ടിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പൊക്ക കുറവല്ലേ, അകത്ത് വെള്ളം കയറും. അതുകൊണ്ട് ചെറിയ വണ്ടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ബസ് ലോറി അങ്ങനത്തെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. എന്തായാലും ബസ് ഓടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അവിടെ പുതിയ പാലം റോഡൊക്കെ വന്നോണ്ട് വെള്ളം അതിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൊക്കി ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചു കാണുമല്ലോ. അപ്പം അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റോഡിൽ നമ്മൾ ഈ പുതിയ ബ്രിഡ്ജ് ചെയ്യാത്തടത്ത് വെള്ളമുണ്ട്. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം ബസ്സൊക്കെ നിർത്തിയേനെ. പക്ഷെ ഇപ്പം പുതിയ പാലമൊക്കെ വന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും പേപ്പറിലും ന്യൂസിലും ഒക്കെ കണ്ടു കാണുമല്ലോ, ഞങ്ങളുടെ അടുത്താണ് ആ സംഭവം നടന്നത്. മുഖത്ത് മുളക് പൊടി വാരി എറിഞ്ഞിട്ട് കണ്ടായിരുന്നല്ലോ, സ്വർണം കൊണ്ടുപോയതൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലെ അത് പിടിച്ചു കേട്ടോ, പിടിച്ചു. എന്തൊരു കഷ്ടമല്ലേ. അത് ഒരാഴ്ച മുന്നേ വരെ ആ മോഷണം നടത്തിയ പുള്ളി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടുത്തെ ആ സാറിന് പ്രായമായവരാണ് അവര്. എന്ത് പറയാനാട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ ഒരു പാഠം ഉദ്ദേശിച്ച് നമ്മൾ ആരെയും വീടിനകത്ത് കേട്ടിരുന്നു. പാവ ഇവർക്ക് പറ്റിയത് ഇവരുടെ വീട് വാടക. നിങ്ങൾ വായിച്ചു കാണുമല്ലോ, ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് ഞാൻ പറയായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സൂക്ഷിക്കണം, നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ബെഡ് വേണോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കർട്ടൻ ഇടണോ, അല്ലെങ്കിൽ ഈ അകത്ത് ഈ ടൈലിന് പകരം ഇടുന്ന ഷീറ്റ് അതൊക്കെ ഇടണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും വീട്ടിൽ കയറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സ്ത്രീകൾ തന്നെ ഉള്ളിടത്താണ് കൂടുതൽ ഇത്. ഇതിപ്പം അവിടെ ആ ചേട്ടനും ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ എന്ത് പറയാനാ, ചേട്ടന്റെ മുഖത്ത് മുളക് പൊടി വാരി എറിഞ്ഞപ്പോഴത്തേക്കും അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരന്റെ വൈഫ് വന്നത്. വൈഫിന്റെ വായിലോട്ട് തുണി കുത്തിത്തിരിക്കാൻ ഇതുങ്ങളെ രണ്ടിനെ പൂട്ടി ഒരു മുറിയിൽ കൊണ്ടിടുവായിരുന്നു. എന്നിട്ടായിരുന്നു കവർച്ച. താക്കോൽ എവിടെയെന്നൊക്കെ ചോദിച്ചു. നിങ്ങളത് വായിച്ചു കാണും, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒറ്റയ്ക്കാ സ്ത്രീകളെങ്കിൽ പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിടുക. അടച്ചിട്ടാൽ മാത്രം പോരാ, നമുക്ക് പരിചയമില്ലാത്ത മുഖമാണെങ്കിൽ തുറക്കുകയും ചെയ്തു. ഞാൻ തുറക്കത്തേയില്ല.
പരിചയമില്ലാത്ത മുഖം ഞാൻ ഗ്ലാസ്സിനിടയിൽ കൂടെ ഇവിടെ കാണാൻ ജനലിന്റെ കട്ടം മാറ്റി ഞാൻ നോക്കും ആരാണ്. എനിക്ക് പരിചയമില്ലാത്ത മുഖമാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കും, അവിടെ നിന്ന് തുറക്കാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളും അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ. നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം പറ്റുന്നതാണ് ഇത്. പിന്നെ അവർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ വാടക വീട് കാണാനായിട്ട് കയറിയത്, അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. വാടകയ്ക്ക് വീടുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഏത് തരക്കാരാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ലേ? എന്തായാലും എല്ലാവരും സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞങ്ങളുടെ അടുത്താണ്. ഒരുപാട് നമുക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമവും പേടിയൊക്കെ ആയി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ, അമ്മേ അവർ രണ്ടുപേരും വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും വെളിയിലിരുന്ന് പത്രം വായിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങരുതേ, സ്വർണം പോയെങ്കിൽ പോട്ടെ, ഇവര് കൊന്നേച്ചും കൂടെ പോകും. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് അവരെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു. പുള്ളി സാറിന് വിരലിന് ഒരു ഇത് ഒടിഞ്ഞോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറയുന്നത് കേട്ടോ. കറക്റ്റ് അറിയത്തില്ല. ഇന്നലെ ചേട്ടൻ നടക്കാൻ പോകുന്ന ആ റൂട്ടിലാണ് വീട്. അപ്പൊ അവിടെ ഇന്നലെ പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇത് അന്വേഷിച്ചിട്ട് ഓരോരുത്തർ വരുന്നതാണ്. പക്ഷെ എന്തായാലും പുള്ളിയെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പാചകം അടിച്ചടിച്ചടിച്ച് നമ്മുടെ ഇറച്ചിയൊക്കെ ശരിയായി കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ലോട്ടിലൂടെ പണിയാണ്. മഴ വരുന്നുണ്ട്. തുണി നനയ്ക്കണോ വേണ്ടയോ, നനച്ചു വെളിയിലോട്ട് വിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നപ്പോൾ ഞാൻ ചെറിയ വെയിൽ കണ്ടോണ്ട് ഇങ്ങനെ പിടിച്ച് നിന്നു. പക്ഷെ ആ സമയത്തിനുള്ളിൽ മഴ പെയ്തു, വേണ്ടെന്ന് വെച്ചു. അപ്പം നമ്മുടെ ഉച്ചവരത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഉപ്പൂറ്റി വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തർ പറയും വെയിറ്റ് കൂടിയിട്ടാണ് ഉപ്പൂറ്റിക്ക് വേദന വരുന്നതെന്ന് പറയും. പക്ഷെ അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് തീരെ കുറവുള്ളവർക്കും ഉപ്പൂറ്റി വേദന ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി എനിക്കറിയത്തില്ല, ചിലപ്പോൾ വെയിറ്റ് കൂടുന്ന കൊണ്ടും വരാമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ വെയിറ്റ് കുറഞ്ഞവർക്കും ഉണ്ട് ഉപ്പൂറ്റി വേദന എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഓരോരുത്തർ ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയും തൊണ്ട്, ഈ നമ്മുടെ പച്ച തൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് ആ തൊണ്ടിലൊന്ന് ചവിട്ടി കഴിയുമ്പോഴത്തേക്കും കുറേ ദിവസം ചെയ്യണം. ചവിട്ടി കഴിയുമ്പോഴത്തേക്കും ഉപ്പൂറ്റി വേദന പെട്ടെന്ന് മാറിക്കിട്ടുമെന്ന് പറയും. പക്ഷേങ്കിൽ പച്ചത്തൊണ്ട് ഉണ്ടായിട്ട് വേണ്ടേ പച്ചത്തൊണ്ട് ചവിട്ടണം. നമുക്ക് തേങ്ങയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നവരല്ലേ, വാങ്ങിക്കുമ്പം നമ്മൾ പൊതിച്ച തേങ്ങയായിട്ടല്ലേ വാങ്ങിക്കുന്നത്. അപ്പം ഇവിടെ അത് ശാശ്വതമല്ല. പിന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുള്ളിടത്തുനിന്നും തൊണ്ട് വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കാലിലെ ഇത് മാറ്റാവുന്നതാണ്. പക്ഷേങ്കിൽ ഞാനതല്ല പറയാൻ പോകുന്നത്. എനിക്കിതുപോലെ ഭയങ്കര ഉപ്പൂറ്റി വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഒരിടത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കാലങ്ങോട്ട് നിലത്തോട്ട് തൊടാൻ പറ്റാത്ത വേദനയാണ് ഉപ്പൂറ്റിക്ക്. പിന്നെ നടന്നൊരു ശകലം കഴിയുമ്പോഴത്തേക്കും ആ വേദന മാറുമെന്നല്ല ഞാൻ പറയുന്നത്, ആ വേദനയ്ക്കൊരു ആശ്വാസം കിട്ടും. അത്രയേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഉപ്പൂറ്റി വേദന ഉള്ളവരെല്ലാം ഞാൻ പറയുന്ന ഈ കാര്യം മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദന എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. ഇതെനിക്ക് ഉപ്പൂറ്റി വേദനയായിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഒരുപാട് കഴിക്കുന്ന ചീത്തയല്ലേ, വേദനയ്ക്കൊക്കെ പെയിൻ കില്ലർ ആയിരിക്കും തരുന്നതെന്നും വെച്ചിട്ട് ഞാൻ ആ വഴി പോയില്ല. അപ്പം നമുക്ക് അടുത്തൊരു ഹോമിയോ ഡോക്ടറുണ്ട്, അവിടെ ഞാൻ പോയി. അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ സാറേ എനിക്ക് ഉപ്പൂറ്റി വേദന കൊണ്ട് ഒട്ടും വയ്യ, ഇരുന്നിട്ട് ഒരിടത്തുനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒട്ടും നടക്കാൻ മേല, പിന്നെ പിടിച്ചും മരുന്നാണെന്നാണ് ഉപ്പൂറ്റി വേദന എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു അതിന് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞു തന്ന കാര്യം എന്താണെന്നറിയണ്ടേ, നമ്മൾ കുറച്ച് ചൂടുവെള്ളവും പച്ചവെള്ളവും അടുത്തെടുത്ത് വെക്കുക. കാരണം ബക്കറ്റിലോ ബേസനിലോ വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ കാല് മുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു പരുവത്തിലുള്ള പാത്രം വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതിനകത്ത് ഒരു പാത്രത്തിൽ പച്ചവെള്ളവും നോർമൽ വാട്ടർ, അല്ലാണ്ട് ഐസ് വാട്ടർ ഒന്നുമല്ല, ഒരു പാത്രത്തിൽ ഒരു ബക്കറ്റിലോ ഒരു ബേസനിലോ നോർമൽ വാട്ടർ പച്ചവെള്ളം എടുത്ത് വെക്കുക. മറ്റേ ബക്കറ്റിൽ ചെറിയ ചൂടുവെള്ളം എടുത്ത് വെക്കുക. പുഴുങ്ങുന്ന ചൂടുവെള്ളം അല്ല, ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം എടുത്ത് വെക്കുക. ലൈറ്റ് വെച്ചാൽ കുറച്ച്, തീരെ ഇതല്ല, ഒന്ന് ചൂട് മാറിയാൽ മതി. അങ്ങനല്ല, ഒരുമാതിരി തിളച്ച വെള്ളമല്ല, ഒരു വിധം. എന്നിട്ട് ആദ്യം നമുക്ക് രണ്ട് കാലിനും വേദനയുണ്ടെങ്കിൽ രണ്ട് കാലും ആദ്യം നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഒരു 2 മിനിറ്റ് അതിൽ വെച്ചുകൊണ്ടിരിക്കുക.
അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കാലെടുത്ത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 2 മിനിറ്റ് വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ചൂടുവെള്ളത്തിൽ നിന്ന് കാലെടുത്ത് പച്ചവെള്ളത്തിൽ വെക്കുക. പച്ചവെള്ളത്തിൽ നിന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ കാലെടുത്ത് ചൂടുവെള്ളത്തിൽ വെക്കുക. അങ്ങനെ ഒരു 5-8 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഒരു 10 മിനിറ്റോളം നിങ്ങൾ അങ്ങനെ ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുക. ഉപ്പൂറ്റി വേദന പമ്പ കിടക്കും. ഉപ്പൂറ്റി വേദന മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്നില്ല. അത് ഞാൻ ചെയ്തതിൽ പിന്നെ എനിക്ക് ഉപ്പൂറ്റി വേദന എന്നുള്ള കാര്യം വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്കത് എന്താണെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും എനിക്ക് മാറി എന്ന് പറയാം. അപ്പം നമ്മുടെ ഡോക്ടർക്ക് ഒരു നന്ദി പറയാം അല്ലേ. അപ്പം ആ സാറ് പറഞ്ഞു തന്നുകൊണ്ടാണ് എൻ്റെ ഉപ്പൂറ്റി വേദന പോയത്. അപ്പം നമ്മുടെ ഇവിടെ ഉള്ളൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പം സാറിന് ഒരുപാട് നന്ദി അല്ലേ. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അല്ലേ. മരുന്ന് കഴിച്ച് പെയിൻ കില്ലറൊക്കെ കഴിച്ച് നമ്മളൊരു പരിവാവും. എന്നാൽ പിന്നെ ഈ വേദന പോവോ? അതില്ല. പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് നിൽക്കുമ്പോൾ വേദന വീണ്ടും വരും. വേദന സംഹാരികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കഴിവതും ആരും വേദന സംഹാരികൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഒരുപാട് വേദനയുള്ളവർക്കൊക്കെ അത് കഴിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കാര്യത്തിനൊന്നും ദയവ് ചെയ്തിട്ട് പെയിൻ കില്ലർ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പൂറ്റി വേദന ഉള്ളവര് ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, ഉറപ്പായിട്ടും ഉപ്പൂറ്റി വേദന മാറും. അയ്യോ എൻ്റെ കാലിൽ ഉപ്പൂറ്റി വേദന വന്നതാണോ എന്ന് സംശയിച്ചു പോകും. അതുപോലെ മാറും. എനിക്ക് പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് വർഷം മുന്നേ വന്നതാണ്, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.